ഹലോ ഹായ് നമസ്കാരം. NV ബയോളജി ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റ്, പ്രോട്ടീൻ്റെ ടെസ്റ്റ്, സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? ഇനി ഈ എപ്പിസോഡിൽ നമുക്കത് ലാബിൽ വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നേരിട്ട് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റാണ്. നമുക്ക് രണ്ട് ടെസ്റ്റ് ട്യൂബ് തന്നിട്ടുണ്ട്. സാമ്പിൾ A തന്നിട്ടുണ്ട്, സാമ്പിൾ B തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നിൽ സ്റ്റാർച്ച് ഉണ്ട്, ഒന്നിൽ സ്റ്റാർച്ച് ഇല്ല എന്ന് നമ്മൾ കണ്ടെത്താൻ പോകണം. സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻറ്റിൻ്റെ പേരാണ് അയോഡിൻ റിയേജൻ എന്ന് പറയുന്നത്. അയോഡിൻ റിയേജൻ തന്നിരിക്കുന്ന സാമ്പിൾ എയിലേക്കും സാമ്പിൾ ബിയിലേക്കും നമ്മൾ എന്ത് വയ്ക്കുക? അയോഡിൻ റിയേജൻ വയ്ക്കുക. 1-2 ഡ്രോപ്പ് ഒഴിക്കുക. സാമ്പിൾ എക്ക് അയോഡിൻ റിയേജൻ ഒഴിച്ചു. 1-2 ഡ്രോപ്പ് ഒഴിക്കുക. ഷേക്ക് ചെയ്യുക. ഡാർക്ക് ബ്ലൂ കളർ വന്നു. ഡാർക്ക് ബ്ലൂ കളർ വന്നാൽ ഇതിനർത്ഥം ഇതിനകത്ത് എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട് എന്നുള്ളതാണ്. സെയിം പ്രൊസീജിയർ ഇതിനകത്ത് നടക്കുക. സാമ്പിൾ ബിയിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതിലേക്കും അയോഡിൻ റിയേജൻറ്റ് ഇട്ടിക്കുക. 1-2 ഡ്രോപ്പ് ഇട്ടിക്കുക. നോ കളർ ചേഞ്ച്, ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച്. ഇപ്പോൾ രണ്ടൊന്ന് നോക്കൂ. സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റാണ്. ഇതിലുപയോഗിച്ച റിയേജൻറ്റിൻ്റെ പേര് അയോഡിൻ റിയേജൻറ്റ്. കാണുന്നില്ല? ഓക്കെ, അയോഡിൻ റിയേജൻറ്റ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് പ്രോട്ടീൻ്റെ ടെസ്റ്റാണ്. പ്രോട്ടീന് വീണ്ടും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 2 സാമ്പിൾ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. സാമ്പിൾ എ ഉണ്ട്, സാമ്പിൾ ബി ഉണ്ട്. ഇതിൽ ഏതിലും ഒന്നിൽ പ്രോട്ടീൻ ഉണ്ട്, അല്ലെങ്കിൽ ആൽബുമിനുണ്ട്. ആൽബുമിനായാലും പ്രോട്ടീനായാലും നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജൻറ്റിനെ വിളിക്കുന്ന പേരാണ് സൾഫോസാലിസൈലിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ സൾഫോസാലിസൈലിക് ആസിഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തുന്നത്. 2-3 ഡ്രോപ്പ് സൾഫോസാലിസൈലിക് ആസിഡ് 2ലേക്ക് മുറ്റിക്കുക. ആദ്യം സാമ്പിൾ എ. ക്ലൗഡി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നതായിട്ട് കാണാം. കളർ ചേഞ്ച് ചെയ്തതായിട്ട് കാണാം. വൈറ്റ് കളർ വന്നതായിട്ട് കാണാം. ക്ലൗഡി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. സാമ്പിൾ ബിയിലേക്കും ഇതേപോലെ നമ്മുടെ സൾഫോസാലിസൈലിക് ആസിഡ് വയ്ക്കുക. നോ കളർ ചേഞ്ച്. എനകത്ത് എന്തുണ്ട്? ക്ലൗഡി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നു. ബിനകത്ത് എന്തില്ല? ഇല്ല. അപ്പോൾ ഇതിൽ ആൽബുമിൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൽ പ്രോട്ടീൻ ഉണ്ടോ നമുക്ക് അനുമാനിക്കാം. ഇതിനകത്ത് എന്തില്ല? പ്രോട്ടീൻ ഇല്ല. നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അടുത്തത് ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ് ആണ്. നമുക്കറിയാം ഗ്ലൂക്കോസ് തന്നിരിക്കുന്ന സാമ്പിൾ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജൻറ്റിൻ്റെ പേരാണ് ബെനഡിക്റ്റ് റിയേജൻറ്റ്. ബെനഡിക്റ്റ് റിയേജൻറ്റ് ഉപയോഗിക്കാം. ഫെർലിങ്സ് എയും ഫെർലിങ്സ് ബിയും ഉപയോഗിക്കാം. നമുക്ക് ഓരോ ടെസ്റ്റ് വീതം ചെയ്ത് നോക്കാം. ആദ്യം ബെനഡിക്റ്റ് റിയേജൻറ്റ് ഉപയോഗിച്ചുള്ള ടെസ്റ്റ്. അപ്പോൾ ബെനഡിക്റ്റിൻ്റെ ടെസ്റ്റ് ചെയ്യാം. സാമ്പിൾ എയും സാമ്പിൾ ബിയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സാമ്പിൾ എയും സാമ്പിൾ ബിയും തന്നിട്ടുണ്ട്. സാമ്പിൾ എയിലേക്ക് ബെനഡിക്റ്റ് റിയേജൻറ്റ് വയ്ക്കാം. യൂറിൻ അനാലിസിസ്, ഡയബറ്റിക് പേഷ്യൻ്റെ യൂറിൻ അനാലിസിസിനും ഇതേ ടെസ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നതായി ഇവിടെ ബെനഡിക്റ്റ് റിയേജൻറ്റ് കാണാം. ഈ ബെനഡിക്റ്റ് റിയേജൻറ്റ് 1-2 ഡ്രോപ്പ് ഇട്ടിക്കുക. നന്നായി ഷേക്ക് ചെയ്യുക. സാമ്പിൾ ബിയിലേക്കും ബെനഡിക്റ്റ് റിയേജൻറ്റ് ഒഴിക്കുക. സാമ്പിൾ ബിയിലേക്കും ബെനഡിക്റ്റ് റിയേജൻറ്റ് ഒഴിക്കുക. ഷേക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റിൽ നിർബന്ധമായും ഹീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ലാമ്പ് കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പിൾ എടുത്തു, ചൂടാക്കുന്നു. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കളർ ഗ്രീൻ ടു യെല്ലോ ടു ഓറഞ്ച് ടു റെഡ് ആയി മാറുന്ന കാണാം. തന്നിരിക്കുന്ന സൊല്യൂഷനിലേക്ക് നമ്മൾ ബെനഡിക്റ്റ് റിയേജൻ്റ് ആണ് ആഡ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? 2ലേക്കും ബെനഡിക്റ്റ് റിയേജൻ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കുക ചെയ്യുന്നു. നോക്കൂ, കളർ ഇങ്ങനെ മാറുന്ന കാണാം. ഒരു ഗ്രീനായി, യെല്ലോ ആയി, ഗ്രീനായി. ഗ്ലൂക്കോസിൻ്റെ അളവിനനുസരിച്ച് ഇതിന് കളർ വ്യത്യാസം ഉണ്ടാവും. ബ്രിക്ക് റെഡ് കളറായി അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ട് നമ്മൾ ഉറപ്പിച്ചു. ഇനി മറ്റേതിനകത്ത് ഇല്ലയെന്ന് കണ്ടെത്തണം. സാമ്പിൾ ബി എടുത്തു. സാമ്പിൾ ബിയിലേക്ക് നമ്മൾ ബെനഡിക്റ്റ് റിയേജൻറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇതും ഇതേപോലെ എന്ത് ചെയ്യുക? നന്നായിട്ട് ചൂടാക്കുക.
ഹീറ്റ് ചെയ്യും. എത്ര ചൂടാക്കിയാലും കളർ മാറുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്തില്ല, ഗ്ലൂക്കോസ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ ഇത് തന്നെയാണ്, ഇതേ ടെസ്റ്റ് തന്നെയാണ് എന്തിനു ഉപയോഗിക്കുന്നുള്ളത്. പിന്നെ നമ്മുടെ ഇത് യൂറിൻ സാമ്പിളകത്തുള്ള ഡയബറ്റിക് പേഷ്യൻ്റ് യൂറിൻ സാമ്പിളാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഇതേ തന്നെ ഉപയോഗിക്കാം. ഇതിലുപയോഗിക്കുന്ന റിയേജൻറ്റിൻ്റെ പേരെന്താണ്? ബെനഡിക്റ്റ് റിയേജൻ എന്ന് ആൾക്കാർ മനസ്സിലാക്കും. ക്ലിയറായി എന്ന് തോന്നുന്നു, ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഫെഹിലിങ്സ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് 2 സാമ്പിളുണ്ട്. സാമ്പിൾ എ ഉണ്ട്, സാമ്പിൾ ബി ഉണ്ട്. 2 സാമ്പിൾ തന്നിട്ടുണ്ട്. സാമ്പിൾ എ ഉണ്ട്, സാമ്പിൾ ബി ഉണ്ട്. ഇതിൽ ഏതിലും ഒന്നിലും ഗ്ലൂക്കോസ് ഉണ്ട്. നമ്മൾ ഫെഹിലിങ്സ് റിയേജൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൂക്കോസ് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം നോക്കാം. സാമ്പിൾ എ എടുത്തു. ഫെഹിലിങ്സ് റിയേജൻ എന്ന് പറഞ്ഞാൽ ഒരു റിയേജൻ്റ് അല്ല, 2 റിയേജൻ്റാണ്. ഫെഹിലിങ്സ് സൊല്യൂഷൻ 1 ഉണ്ട്, ഫെഹിലിങ്സ് സൊല്യൂഷൻ 2 ഉണ്ട്. ഇനി 2 റിയേജൻറ്റുകളും തന്നിരിക്കുന്ന സാമ്പിളിലേക്ക് ഈക്വൽ എമൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യാം. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സാമ്പിൾ എ. സാമ്പിൾ എയിലേക്ക് നമ്മൾ ഫെഹിലിങ്സ് സൊല്യൂഷൻ നമ്പർ 1 ആഡ് ചെയ്യുന്നു. എത്രയാണോ ആഡ് ചെയ്ത് അതേ എമൗണ്ട് തന്നെ ഫെഹിലിങ്സ് ബിയും ആഡ് ചെയ്യുന്നു. ഫെഹിലിങ്സ് സൊല്യൂഷൻ നമ്പർ 2 അല്ലെങ്കിൽ ഫെഹിലിങ്സ് സൊല്യൂഷൻ നമ്പർ ബി. സാമ്പിൾ ബി സൊല്യൂഷനിലേക്കും ഫെഹിലിങ്സ് എയും ഫെഹിലിങ്സ് ബിയും ആഡ് ചെയ്യണം. ഫെഹിലിങ്സ് സൊല്യൂഷൻ നമ്പർ 1, ഈക്വൽ എമൗണ്ടിൽ ഫെഹിലിങ്സ് സൊല്യൂഷൻ നമ്പർ ബി അല്ലെങ്കിൽ 2. ശ്രദ്ധിക്കേണ്ട കാര്യം, 2ലും ഫെഹിലിങ്സ് സൊല്യൂഷൻ എയും ഫെഹിലിങ്സ് സൊല്യൂഷൻ ബിയും ആഡ് ചെയ്തു. ഇനി ഹീറ്റ് ചെയ്യുക. സാമ്പിൾ എ സൊല്യൂഷൻ ഹീറ്റ് ചെയ്യാൻ പോകണം. ഇതിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള കളറ് മാറി ബ്രിക്ക് റെഡ് പോയി മാറുന്നതാണ്. കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, കളർ ബ്രിക്ക് റെഡായി മാറിയത് കണ്ടു. ഓക്കെ, ഇനി ഇതേപോലെ സാമ്പിൾ ബിയിലേക്ക് നമ്മൾ ഫെഹിലിങ്സ് സൊല്യൂഷൻ എയും ബിയും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനകത്ത് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കണം. ചൂടാക്കുക. സാമ്പിൾ ബിയിലേക്ക് നമ്മൾ ഫെഹിലിങ്സ് എയും ഫെഹിലിങ്സ് ബിയും ആഡ് ചെയ്തു. ഇതും ചൂടാക്കുക, ഹീറ്റ് ചെയ്യാം. No color change, absence of glucose. സോ ഇതിനകത്ത് 2 കെമിക്കലുകളാണ് നമ്മൾ ഉപയോഗിച്ചത് ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റിന്. ഒന്ന് ബെനഡിക്റ്റ് റിയേജൻറ്റും 2 ഫെഹിലിങ്സ് സൊല്യൂഷൻ. ബെനഡിക്റ്റ് റിയേജൻറ്റും ആഡ് ചെയ്യുക, ചൂടാക്കുക. ഫെഹിലിങ്സ് എയും ഫെഹിലിങ്സ് ബിയും ഈക്വൽ എമൗണ്ട് ആഡ് ചെയ്യുക, ചൂടാക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് അയോഡിൻസ് റിയേജൻ്റാണ്. പ്രോട്ടീൻ്റെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് സൾഫോസാലിസിലിക് ആസിഡാണ്. ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റിന് ഒന്നുകിൽ ബെനഡിക്റ്റ് റിയേജൻറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫെഹിലിങ്സ് റിയേജൻറ്റ് ഉപയോഗിക്കാം. ഫെഹിലിങ്സ് എ ഉണ്ട്, ഫെഹിലിങ്സ് ബി ഉണ്ട്. ഓക്കെ, ബൈ.